വീട്ടുകാരും ജനപ്രതിനിധികളും ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനമായിരിക്കുന്നത്. ആ തീരുമാനമാണ് അല്പസമയം മുമ്പ് DFO മലയാറ്റൂർ DFO S കാർത്തിക് ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കിണർ ഇടിച്ച് ആനയെ പുറത്തെടുത്ത് 800 മീറ്ററിനപ്പുറം കാടാണ്. ആ കാട്ടിലേക്ക് തുരത്തുക എന്നതാണ് പ്രാഥമികമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഉടനടി തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കിണറടിക്കുന്നതുമായി സംബന്ധിച്ച് 1 ലക്ഷം രൂപയോളം ചെലവാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ആ പൈസ, ആ 1 ലക്ഷം രൂപ ഉടനടി തന്നെ ഫോറസ്റ്റ് വർഗീസിനും കുടുംബത്തിനും കൈമാറും. അതിനുശേഷമായിരിക്കും ഈ കിണറിടിക്കുന്നതും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും തുടങ്ങുന്നത്. നമുക്കൊപ്പം ഇപ്പം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടെ ചേർന്നിട്ട് ഇപ്പം എന്താണ് തീരുമാനമായിരിക്കുന്നത്? നിലവിൽ തീരുമാനം എന്ന് വെച്ചാൽ ആനനെ കയറ്റിവിടാൻ തന്നെയാണ് തീരുമാനം. അത് പഞ്ചായത്തിൻ്റെ തീരുമാനമല്ല, അത് തീരുമാനം ജനങ്ങളുടെ തീരുമാനം തന്നെയാണ്. ജനങ്ങളെ പ്രതിനിധീകരിച്ച് അത് എല്ലാവരും ഉണ്ടായിരുന്നു. ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഒരു 15 പേരെങ്കിലും നിലവിലവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം തീരുമാനത്തിൻ്റെ അവർ തീരുമാനിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. അവരുടെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം, അത് ഞങ്ങൾ അംഗീകരിച്ചു. വീണ്ടും ഈ ആനേനെ കയറ്റി വിടുന്നു, അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നില്ല, വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള അതാണ് ജനങ്ങളുടെ തീരുമാനം. ഞാനൊരു ജനപ്രതിനിധിയാണെങ്കിലും ജനപ്രതിനിധി ആയിപ്പോൾ എനിക്ക് ജനങ്ങളുടെ തീരുമാനം, ജനങ്ങൾ എന്ത് തീരുമാനം എടുക്കണോ ആ കൂടെ നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇന്ന് 15 പേരവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജനങ്ങളുടെ മെയിൻ ആളുകൾ, അതായത് ജനങ്ങളുടെ മെയിൻ ആളുകൾ, അവർ 15 പേരും കൂടി അവർ തീരുമാനിച്ചു കയറ്റിവിടാം. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കത് അംഗീകരിക്കലേ പറ്റും. പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത്? സാറേ, ഇത് ഞങ്ങൾ കുറേ വർഷങ്ങൾ ഇത് അനുഭവിക്കുന്നു. അതായത് ഞാൻ തൃശ്ശൂർ വന്നാൽ എൻ്റെ അപ്പച്ചമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണ്. വെളുപ്പിന് 4ക്ക് വണ്ടി വിളിച്ചു വന്നാൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ വന്നപ്പോൾ ഈ അവസ്ഥ ഇങ്ങനെയാണ്. തീരെ മോശമായ അവസ്ഥയാണ്. പല പ്രാവശ്യം അപ്പച്ചനെ ഓടിച്ച് കൈയും കാലും കുടിഞ്ഞിരിക്കുന്നതാണ്. ഈ വയസ്സായി 85 വയസ്സായി ഈ അപ്പച്ചൻ നാളെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. വണ്ടിൻ്റെ ഈ ആനനെ കയറ്റി വിടാൻ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ ആനയെ കയറ്റി വിടാതെ വണ്ടിക്കകത്ത് കയറ്റി കോർനാട് അഭയാരണ്യത്തിൽ എവിടെയും കയറ്റി കൊണ്ടുപോകണം. നാളെ ഈ ആന തിരിച്ചു വരും. ഇവൻ തീറ്റക്കാരനാണ്, ഇത്ര കുഞ്ഞുകൊമ്പനാണ്, അവൻ നല്ല ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവനെ ഇവിടെ നിർത്താതെ വണ്ടിക്കകത്ത് കയറ്റി അഭയാരണ്യത്തിൽ റെസ്ക്യൂ സൈറ്റിലാക്കിയല്ല സ്ഥലം. ഇപ്പോൾ ഇവിടെ തീരുമാനമായിരിക്കുന്നത് കാട്ടിലേക്ക് തുരത്താൻ ജനപ്രതിനിധി തീരുമാനം. നാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങളുടെ ആഗ്രഹം എന്താ, ഈ ആനനെ ഇവിടുന്ന് കയറ്റി വണ്ടിക്കകത്ത് കയറ്റി കോട്ടപ്പടി മറ്റേ ഉള്ളിൽ അഭയാരണ്യം അവിടെ കൊണ്ടാക്കണം. മെമ്പർ പറയുന്നത് 15ഓളം ജനങ്ങളുടെ അടുത്ത സാറ് തന്നെ സംസാരിക്കുക. ചേട്ടാ, പ്രദേശം ഞാൻ ഇതിന് 1 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്നതാണ്. അവിടെ ഈ ആന വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭീതി ജനങ്ങൾക്ക് പൊതുവെ നാട്ടിലുണ്ട്. കോട്ടപ്പടി ഇതൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് ഞങ്ങളുടെ കോട്ടപ്പടി പഞ്ചായത്ത്. ഇവിടെ മാത്രമല്ല, പ്ലാമുടി വടക്കുമ്പോൾ മറ്റേ ഈ പ്ലാമുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൊല്ലാനാണ് നമ്മുടെ മനസ്സൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹം. കാരണം അത്രമാത്രം ശല്യം ഇതിനെ കൊണ്ടുണ്ട്. അപ്പോൾ കൊല്ലാനുള്ളൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടാക്കി ഇതിനൊക്കെ കൊന്നു കളയണം. ആസ്ട്രേലിയയിലൊക്കെ നടക്കുന്നത് പോലെ അവരുടെ ദേശീയ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അവർ മടിക്കുന്നില്ല. ഇപ്പം ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത് ഇപ്പോൾ വീട്ടുകാരുടെ അതിന് വന്നിട്ടുള്ള നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ DFO തന്നെ കൊടുക്കാം, അതിൻ്റെ ചെക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഈ ഉൾക്കാട്ടിലേക്ക് ഇപ്പം ഇവിടുന്ന് വീണ്ടും തുരത്തുകയാണ് ആനേനെ. പിന്നെയും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിച്ചു വരില്ല എന്ന് ഉറപ്പ് പറയാൻ. ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് ഇതിൻ്റെ. എന്നാലും അതിനെല്ലാം മറികടക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് പണിത് വരുന്ന നല്ല ശക്തമായ ഫെൻസിങ് പോലെ ആനകൾ അത് തകർക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ എന്തെങ്കിലും തേടലായിരിക്കും. ഇതിലൂടെ മാത്രം ഒരു പൂർണ്ണ സുരക്ഷ നമ്മുടെ നാടിന് ഒരുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഫെൻസിങ്ങിന് വേണ്ടി നല്ല വർക്ക് ഇവിടെ നല്ല നിലയ്ക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കുറവുണ്ട്. പഴയതുപോലെയുള്ള ഒരു കൂട്ടായ വരവൊന്നുമില്ല. പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലാണ് ഇതിപ്പോൾ ഞങ്ങളുടെ കോതമംഗലം മണ്ഡലത്തിൽ പൊതുവെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ഭീതിയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞങ്ങൾ ഉൾപ്പെടെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറും. തീർച്ചയായിട്ടും പ്രദേശവാസികളുടെ ഒന്നടങ്കം ആശങ്ക എന്ന് പറയുന്നത് ഈ കാട് കയറ്റി വിടുന്ന ആനകൾ വീണ്ടും തിരിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് തീരുമാനമായിരിക്കുന്നത് കിണറിടിച്ച് ആനേനെ ഇവിടെ നിന്ന് തുരത്താൻ തന്നെയാണ്. 800 മീറ്റർ അകലെ കാടാണ്, കാട്ടിലേക്ക് തുരത്താനാണ് തീരുമാനമായിരിക്കുന്നത്. കിണറിടിക്കുന്നതിൻ്റെ ചെലവ് ഫോറസ്റ്റ് കുടുംബത്തിന് കൈമാറുകയും ചെയ്യും.